ലാസ്റ്റ് ഞാൻ ഇട്ടിരുന്ന ഷോർട്സ് നിങ്ങൾ കണ്ടിരുന്നില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തേക്കാം. നിങ്ങൾ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യണേ. ഇത് ടൊറേനിയ തന്നെയായിരുന്നു ആ ലാസ്റ്റ് ഷോർട്ടിലെയും സബ്ജക്റ്റ്. കാരണം ആ പൂക്കളുടെ ഭംഗി അത് കാണുമ്പോൾ എനിക്ക് അത് വീണ്ടും അതിൻ്റെ ഫോട്ടോസും അതിൻ്റെ വീഡിയോസും ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ തോന്നും. അത്രയേറെ ഭംഗിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് തോന്നുന്നത്. അതിൻ്റെ ഭംഗി ആ ഒരു ഷോട്ടിൽ ഒതുങ്ങുന്നില്ല. അതായത് ഒരു വീഡിയോ ചെയ്താലും അതിൻ്റെ ഭംഗി അതിൽ ഒതുങ്ങുന്നില്ല. അതിന് വീണ്ടും അതിന് പറയാത്ത, അതിനെ കാണിക്കാൻ നമുക്ക് എത്ര കാണിച്ചാലും മതിയാകാത്ത രീതിയിൽ അതിൻ്റെ ഭംഗി വീണ്ടും നമുക്ക് ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് അത് വീണ്ടും അപ്ലോഡ് ചെയ്യാനായിട്ട് തോന്നിക്കൊണ്ടിരിക്കുന്നത്. അത്രയേറെ മനോഹരമാണ് ഈ പൂക്കൾ. അതായത് ഇത്രയും കുറഞ്ഞ ചിലവിൽ, അതായത് ഇത്രയും വില കുറഞ്ഞ തരത്തിൽ നമുക്ക് ഇത്രയും മനോഹരമായി പൂക്കളെ സൃഷ്ടിച്ച് മനോഹരമായി മാറ്റി എടുക്കാൻ കഴിയുക എന്ന് പറയുമ്പോൾ ആ ചെടിയുടെ അത്രയേറെ നല്ല ചെടിയാണ്. അത് അത്രയേറെ മഹത്വം ആ ചെടിക്കുണ്ട്. എനിക്ക് ആ ചെടിയോട് വല്ലാത്ത ഒരു ഇഷ്ടവും പ്രേമവും ഒക്കെ തോന്നുകയാണ്. കാരണം അത്രയേറെ മനോഹരമായ പൂക്കൾ തന്നെയാണ്. അത് കുഞ്ഞു പൂക്കൾ. ആ ഒരു ചെറിയ ചെടിയിൽ ഇത്രയേറെ മനോഹാരിത എങ്ങനെ ദൈവം ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സംശയം തോന്നുന്നത്. കാരണം സംശയമല്ല, അതിശയമാണ് തോന്നുന്നത്. ഇത്രയേറെ ഭംഗി ഈ പൂക്കൾക്കുള്ളത്. അത് ഒരു ചെടിയായിട്ട് നിൽക്കുമ്പോഴല്ല അതിൻ്റെ ഭംഗി നമുക്ക് അറിയുന്നത്. ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഒരു കൂട്ടം ചെടികൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി മുഴുവനായിട്ടും നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഒരു ചെടി മാത്രം അല്ല, ഒരു ഗാർഡനിൽ ഒത്തിരിയേറെ ചെടികൾ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ കഴിയും. എവിടെ വേണമെങ്കിൽ നമുക്കിത് നിറച്ച് നട്ട് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഇനി അത് എവിടെയാണ്, നമുക്ക് ഇത് എവിടെയാണെന്ന് തന്നെ സംശയം തോന്നിപ്പോൾ അത്രയേറെ മനോഹരമായ ഒരു പൂന്തോട്ടം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഈ ചെടി കൊണ്ട് സാധിക്കും.